ക്രിസ്തുവിൽ പ്രിയരെ, ദൈവവുമായി സംസാരിക്കാനുള്ള ഏറ്റവും മനോഹരമായ വഴിയാണ് പ്രാർത്ഥന. നമ്മുടെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുന്നു. എന്നാൽ ചില സമയങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വേദന ഉണ്ടാവാറില്ലേ? എൻ്റെ പ്രാർത്ഥന എവിടെയോ വഴിമുട്ടിപ്പോയോ? നാം സ്വയം ചിന്തിച്ചേക്കാം. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നതിൽ സംശയമില്ല. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ പോകുന്നതിന് ബൈബിൾ വ്യക്തമാക്കുന്ന ചില കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായി, സ്വാർത്ഥമായ ഉദ്ദേശങ്ങൾ. യാക്കോബ് 4:3 പറയുന്നു, നിങ്ങൾ അപേക്ഷിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവഴിക്കാനായി വല്ലാതെ ചോദിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിനോ മറ്റുള്ളവരുടെ നന്മയ്ക്കോ വേണ്ടിയായിരിക്കണം. എന്നാൽ നാം ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സ്വന്തം സുഖത്തിനും അഹങ്കാരത്തിനും അല്ലെങ്കിൽ സ്വാർത്ഥമായ ആഗ്രഹങ്ങൾക്കും വേണ്ടിയാണെങ്കിൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കുവാൻ സാധ്യതയില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം എപ്പോഴും നമ്മുടേതിലും വലുതാണ്. രണ്ടാമതായി, അനുസരണക്കേട്. യെശയ്യാവ് 59:2 പറയുന്നു, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭേദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അവിടുന്ന് കേൾക്കാതെ വണ്ണം അവിടുത്തെ മുഖം മറച്ചിരിക്കുന്നു. നമ്മൾ അനുസരണക്കേടോടെ പാപത്തിൽ തുടരുമ്പോൾ അത് ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു മതിൽ സൃഷ്ടിക്കുന്നു. ആ മതിലുണ്ടാകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ അടുക്കൽ എത്താതെ പോകുന്നു. ആദ്യം നാം അനുതപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ആ ബന്ധം പുനഃസ്ഥാപിക്കണം. മൂന്നാമതായി, സംശയം അഥവാ വിശ്വാസമില്ലായ്മ. യാക്കോബ് 1:6-7 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു, അവൻ ഒട്ടും സംശയിക്കാതെ വിശ്വാസത്തോടെ അപേക്ഷിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരക്ക് ഒത്തവനാകുന്നു. അങ്ങനെയുള്ളവൻ കർത്താവിങ്കിൽ നിന്ന് ഒന്നും ലഭിക്കും എന്ന് വിചാരിക്കരുത്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വളരെ പ്രധാനമാണ്. സംശയം നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയെ കെടുത്തിക്കളയും. നാം അപേക്ഷിക്കുന്ന കാര്യങ്ങൾ നൽകാൻ ദൈവത്തിന് കഴിയും എന്ന പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. വിശ്വാസത്തോടെ ചോദിക്കുമ്പോൾ മാത്രമേ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുള്ളൂ. പ്രാർത്ഥനയുടെ ഈ മതിൽ തകർക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറണമേ. എൻ്റെ സ്വാർത്ഥതകളെയും അനുസരണക്കേടുകളെയും ഞാൻ ഏറ്റുപറയുന്നു. എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. കർത്താവെ, എനിക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. എൻ്റെ പ്രാർത്ഥനകൾ അങ്ങയുടെ മഹത്വത്തിനായി മാത്രം മാറ്റണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. പ്രാർത്ഥന കേൾക്കാത്തത് ദൈവത്തിന് നമ്മോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, അത് നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ എവിടെയോ ഒരു വിടവ് വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയുടെ ഉദ്ദേശങ്ങൾ ദൈവഹിതത്തിനനുസരിച്ചാണോ എന്ന് സ്വയം പരിശോധിക്കുക. പാപങ്ങളെ ഉപേക്ഷിക്കുക. പൂർണ്ണ വിശ്വാസത്തോടെ ദൈവത്തെ സമീപിക്കുക. നമ്മൾ ദൈവഹിതപ്രകാരം അപേക്ഷിക്കുമ്പോൾ അവിടുന്ന് തീർച്ചയായും നമുക്ക് ഉത്തരം നൽകും. അവിടുത്തെ സ്നേഹം എന്നും നമ്മോടൊപ്പമുണ്ട്. കർത്താവ് ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.